ഫസ്റ്റ് കൈ 1 2 3 4 5 6 7 8 1 2 ഇങ്ങനെ ഒരു സാധനം 1 2 3 4 ഇത് കൈ ഇങ്ങനെ വന്നോട്ടോ. ഏതൻ പൂവേ ഓടിക്കോ. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞു. ചായ കുടിക്കാനുള്ള പ്ലാനിൽ വണ്ടി കയറി. കണ്ടതാണ് ഞാൻ എന്റെ കാറാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. എന്റെ കാറാ പറയൂ. എന്റെ കാർ നടക്കുന്നു. കാറ് വേണ്ട, എന്നിട്ട് വേണ്ട കാറ് വേണ്ടേ? ഞാൻ വന്നിട്ട് എടുക്കാം. നിങ്ങൾ തിരിച്ച് കൊണ്ടാക്കിയത് ഇവർക്ക് ആരെയോ കാണണം പോണം എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ വന്നതാ. ഗൈസ്, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ ആള്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ലെന്നല്ല, അതുപോലെ തന്നെയാണ്. ഒരു വ്യത്യാസമില്ല. വെരി ചിൽ, വെരി ജെനുവിൻ. വണ്ടി കൊണ്ട് കുലുങ്ങി. അതാ ഇത് കയറ്റുമ്പോഴാണ് പിടിച്ചിരുന്നു കേട്ടോ. ഇല്ല, ചെറുതായിട്ട് ബ്രേക്കിന്റെ ഒരു കുഴപ്പം. ഞാൻ ഇത് ഓടിച്ചു പഠിച്ച വണ്ടിയാ. 4 പേരും. പിന്നെ ഭയങ്കര ന്യൂസ് ആയിരിക്കും. ബിഗ് ബോസിലെ നാദിറെ കൊല്ലപ്പെട്ടതല്ല, ആക്സിഡന്റ് ആയിരിക്കും സംഭവിച്ചത്. വേണമെങ്കിൽ ന്യൂസ് വേണമെങ്കിലേ കൊന്നൊക്കെ പറഞ്ഞു എക്സ്ക്ലൂസീവ് ന്യൂസ് നിങ്ങൾ ഇട്ടോളൂ. നാദറയും കൂട്ടുകാരും സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു. അതിശയിപ്പിക്കുന്ന രീതിയിൽ നാദറ രക്ഷപ്പെട്ടു, ബാക്കി പോകുന്നു. ഇവളുടെ നാക്ക് കരുനാക്കൊന്നുമില്ലല്ലോ. ഞാൻ ഇതുപോലെ കുറെ പേര് ജീവനോട് ഇറങ്ങാനാണോ? പോയില്ലെങ്കിൽ നാണക്കേടവൻ. ആൺകുട്ടിലെ പറഞ്ഞ വാക്കാണോ? ഇറങ്ങടാ ഇറങ്ങാ നിക്ക്. ഞാൻ സിപ്പ് ഇട്ടു. ആൾക്കാരെ നിങ്ങൾ കണ്ടല്ലോ, ഒന്ന് സൂക്ഷിച്ചു വെച്ചോ. അങ്ങനെയൊക്കെ പറയും. അത് ഇടണം കേട്ടോ. അതെ, ഞങ്ങൾ വിളിച്ചോണ്ടെന്നല്ല, അതിന് കയറും നിങ്ങൾക്ക് അറിയാം. സമയമില്ല, ചായ കുടിക്കാൻ പോണം. ഒരു മൈക്ക് എവിടെയോ നിരത്ത് വീണിട്ടുണ്ട് കേട്ടോ. അത് എവിടെയാണെന്ന് എനിക്ക് കണ്ടോ. എനിക്കിത് നിസ്സാരല്ലേ ഗൈസ്. മൈക്ക് തപ്പ മൈക്ക്. എന്റെ അമ്മോ എടി സാധനം തന്നെ സൂക്ഷിക്കറിഞ്ഞൂടെ? അങ്ങനത്തെ സാധനം വരണോ? നമ്മളെന്തെങ്കിലും കീ ഒക്കെ മിസ്സാവും, മിസ് കോൾ അടിക്കും വരണം. കൂടെയുള്ള നീയും പണ്ടനായി വണ്ടി എങ്ങനെ സാധനം സൂക്ഷിക്കാനുള്ളതില്ല. വെറുതെ നാലടി 3 അടി കണ്ടോളൂ. സാധനം കൊടുത്തു നീ 10 അടി കൊണ്ട് ഓടി. എന്റെ എന്താ കയ്യില് 2 മൈക്ക് ഞാൻ കണ്ടുപിടിച്ചായിരുന്നു കേട്ടോ. വണ്ടിയിൽ കയറിയ മൈക്ക് ഉണ്ടായിരുന്നു. 2 മൈക്ക് ഉണ്ടായിരുന്നു. എടി നിന്റെ കയ്യിലുണ്ടാടി? എടി ഒരു മൈക്ക് മാത്രം കിട്ടിട്ട് കാര്യമില്ലട്ടാ. ചായക്കടന്ന് ചായ കുടിക്കാൻ കപ്പ് കൊടുത്തിട്ട് വീട്ടിൽ കൊണ്ടുവച്ച് കഴുകി ഉപയോഗിച്ചവളാണ്. മൈക്ക് കൊണ്ടുവന്നിരിക്കുവോ? എന്നാലും ആദ്യം ഒന്ന് പുറത്തേക്ക് ഇറങ്ങിക്കേ. നീ ഇപ്പൊ ഇരിക്കും. സാധ്യത കുറവാണ്, എന്നാലും എണീറ്റിട്ടൊന്ന് കിട്ടും. കള്ളം കപ്പലിൽ തന്നെ. ദൈവമേ, എനിക്ക് അവന്റെ കിട്ടുമല്ലോ. ഒരു മൈക്ക് എന്താണ് ഇത് കാണിക്കുന്നുണ്ട്, റേഞ്ച് കാണിക്കുന്നുണ്ട്. അതായത് മൈക്ക് കാറിൽ തന്നെ ഉണ്ട്. അത് വേറെ വിഷയം. കിട്ടിയോ? റേഞ്ച് ഇവിടെ തന്നെ ഉണ്ടോ? റേഞ്ച് 2 മൈക്ക് റേഞ്ച് കാണിക്കുന്നുണ്ട്. പിന്നെ ഇതൊരെണ്ണം മൈക്കല്ലേടി? ഒരെണ്ണല്ലേ ഞാൻ ചോദിച്ചത്. ഞാൻ ഒരെണ്ണം ഇങ്ങനെ തന്ന പോലെ തന്നാടി. അകത്തുവെല്ലാം പോയിട്ടുണ്ടോ? റേഞ്ച് ഉണ്ടെന്ന് 2 റേഞ്ച് കാണിക്കുന്നുണ്ട്. ഇതിന്റെ അകത്ത് തന്നെ ഉണ്ട് സാധനം. ഇനി ചായക്കടയിൽ എത്തുമ്പോ നമുക്ക് തന്നില്ല. ആ സോ ഗൈസ്, എവിടെയാണ് ചായ കുടിക്കാനുള്ള സജഷൻസ് വല്ലതും? ഓക്കെ. അയ്യോ, ആള് കൂടുന്നിടത്ത് ഇപ്പൊ നമ്മള് ചാടാവൂട്ടോ. നമ്മളിപ്പോ നമ്മളിങ്ങനെയൊക്കെ നിൽക്കേണ്ടി വരും. ആൾക്കാരൊക്കെ നോക്ക് മനസ്സിലാവും, പക്ഷെ ആൾക്കാർ മിണ്ടാൻ വരില്ല. വെൻ യു ഹാവ് എ സെലിബ്രിറ്റി ഫ്രണ്ട് എന്നുള്ള സീൻ കാണേണ്ടി വരും. ഈശ്വര, പണ്ട് ഞാനായിരുന്നു റോൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ കണ്ടോട്ടാ.
എടി പറയടി, ഒരു സജഷൻ പറയടി ആരെങ്കിലും. ക്യൂൻസ് വേ അത് ഇവിടുന്ന് അടുത്തല്ലേ? അതിവിടുന്ന് അടുത്ത. കൊറേ നാളെ ഞാൻ കേരളത്തിൽ ചായ കുടിച്ചിട്ട്. എവിടെയായിരുന്നു? തിരുവനന്തപുരം എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. സ്റ്റേഡിയത്തിൽ കയറാറുണ്ടോ? ഞാൻ രാത്രി കാലത്ത് മാത്രമേ പുറത്താണ്. എവിടെ? ലവ് കട്ട്ലറ്റ്. ഓ ഓക്കെ ഓക്കെ. എനിക്ക് ചായ കുടിക്കണം. ചായയും കട്ട്ലറ്റും. ഓക്കെ. ഞാൻ പബ്സിന്റെ ആളാ. പബ്സ് എനിക്ക് അങ്ങനെ വേണമെന്നില്ല, നിർബന്ധമില്ല. കട്ട്ലറ്റ് നീ അവിടെ കഴിച്ചിട്ടുണ്ടോ? ലവ് കട്ട്ലറ്റിന്റെ കട്ട്ലറ്റ്. അത് കഴിക്കാം. ഓ അതാണ് അതിന്റെ ഭംഗി. നമുക്ക് ഒരു ഫുഡാണ് ഇങ്ങനെ കഴിക്കാൻ പറ്റുന്നത്, മുഴുവനായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല കട്ട്ലറ്റ്. ബാക്കി എന്ത് ഫുഡ് ഫുള്ളായിട്ട് കഴിക്കാൻ പറ്റും. കട്ട്ലറ്റ് ഫുള്ളായിട്ട് കഴിക്കാൻ പറ്റില്ല. പബ്സ് ലോ ബാറ്ററി. പുതിയ സിനിമ എല്ലാം കണ്ടോ? ഞാൻ ഇന്നലെ ഇത് കണ്ടു, കെയർ ടേക്കർ. ഞാൻ അങ്ങനെ ഒരു സിനിമയുടെ റിവ്യൂ പറയുന്നില്ല, എന്നാലും ഒന്നും പറയുന്നില്ല. പറഞ്ഞ കൂടിപ്പോയാലും ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. ഓപ്പൺലി പറഞ്ഞാൽ കണ്ടിരിക്കാൻ ഫീൽ ഗുഡ് ഒന്നും തോന്നിയിട്ടില്ല. ഞങ്ങൾക്ക് ആദ്യ പകുതിയൊക്കെ ആയപ്പോ തന്നെ ഇറങ്ങി പോവാനൊക്കെ തോന്നി. അതും AC ലുലു മാളില് കിടന്നുറങ്ങും. അങ്ങനെ ചിന്തിച്ച സിനിമ ആണെന്ന് ആൾക്കാരുണ്ടാവില്ലേ? കാശ് കൊടുത്തത് കൊണ്ട്. പടാവ് ഞാൻ അങ്ങനെയാ, അറ്റം വരെ കാണണം. ഞാൻ പിന്നെ ചിന്തിക്കാം രണ്ടാം പകുതിയിൽ എന്തെങ്കിലും ട്വിസ്റ്റ് സംഭവിക്കാം. ഒരു ബോഡി ഗാർഡിന്റെ വേറെ രൂപം. പക്ഷെ ബോഡി ഗാർഡ് എന്ത് നല്ല പടാ. ഞാൻ ബോഡി ഗാർഡ് ഇപ്പോഴും TV എന്നാ കാണും. ദിലീപിന്റെ ഭയങ്കര ഫാൻ ആയിരുന്നു എന്നുള്ളതാ. ഞാൻ 19 കിഡ് അല്ല, പക്ഷെ 2 കിഡ് ആണ്. 2K കിഡ്. ഇവരൊക്കെ 99 അല്ലേ? 99 ആണ് ഗയ്സ്. വെറും കണ്ണ് തുറന്നത് 2000 എത്തിയപ്പോഴാ. ഹലോ ഹലോ ഹായ്. അതെന്നെ നോക്കിയാണ് ചിരിച്ചത്. ദൈവമേ, ഒരാവശ്യമില്ല. ഞാനല്ലേ ആ ചെക്കനെ ഓവർടേക്ക് ചെയ്യണൂന്നുള്ള സീൻ കൊണ്ട് ആ ചെക്കനെ നോക്കി ചിരിച്ചതാ. എന്നിട്ട് വെറുതെ ഇല്ല, പുള്ളി ചിരിച്ചു. അപ്പൊ പുള്ളിക്ക് നമ്മളിലും ചാടേന്ന് പറയാം ആൾക്കാര്. പിന്നെ വെറുതെ നാട്ടുകാരെ ടാറ്റ കൊടുത്തപ്പോഴാണ് നാദിരാണല്ലോ എന്ന് വിചാരിച്ചത്. എടാ ഞാനും എടുക്കാന്നല്ലേ വ്ളോഗ്. എടുക്ക്. നീ മടിയാന്ന്, മുട്ടിയാ പോലും പോവില്ല. അങ്ങനെയുള്ള മനുഷ്യരെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഇല്ല. ഞാൻ അങ്ങനെയാ. ഇനി പിന്നെ ആവട്ടെ. നീ എങ്ങനെ ബെഡിന്ന് എഴുന്നേക്കണ്? അപ്പൊ ഉറങ്ങി എഴുന്നേറ്റിട്ട് ഇല്ലേ? താഴെ റിമോട്ട് വീണിട്ട് അതെടുക്കാൻ മടിച്ചിട്ട് പിന്നെ അത്രയും പരസ്യം കാണും ഞാൻ. എന്നാലും എടുക്കൂല. ഫോണിൽ കളിക്കുവാണ് നിങ്ങൾ. മിണ്ടെന്ന് എനിക്ക് ഇഷ്ടമായിട്ട് മിണ്ടിക്കൊണ്ടിരിക്കും. ഇവള് ഫോണിൽ കളിക്കാറില്ലല്ലോ. ഇവള് ഫോണിൽ കളിച്ചോണ്ടിരിക്കണാണോ നീ? അവിടെ സ്റ്റോറി ഇടുന്നതായിരിക്കും, അതായിരിക്കും അവളുടെ. ഞാൻ എന്റെ എല്ലാ ഫ്രണ്ട്സും എനിക്ക് നിർബന്ധം ഫോണിൽ കളിക്കരുത്, എനിക്ക് മിണ്ടണം. എന്റെ ഹസ്ബൻഡ് ഇതിന്റെ ആളാണ്. പാട്ട് പോലും വെക്കില്ല, ഫോണൊന്നും എടുക്കൂല. രാമനല്ല, ലക്ഷ്മണൻ. തനി രാവണൻ. ഞങ്ങളുടെ രാമൂട്ടൻ. അനുപ്രസാദ് അല്ല, ഫസ്റ്റ് അവന്റെ പേര് രാംപ്രസാദ് എന്നായിരുന്നു. രാംപ്രസാദ് എന്നൊക്കെ അങ്ങനെ 97 85 ജനിച്ച 96 96 അവന് 15 വയസ്സായി. പിന്നെ നിങ്ങൾ പുള്ളിക്കാരനെ കണ്ടിട്ടില്ലേ? ഏത് ഫാൻസ് ഉള്ളതാണ് അതിനകത്ത്. ഇത് വേറെ മനുഷ്യനായിട്ടാണ് പറഞ്ഞത്. ആര്? എന്റെ കെട്ടിയോന് 19 വയസ്സൊന്നുമില്ല. എന്റെ കെട്ടിയോന് എന്റെ പ്രായ. നീ പോടി അവിടെ നിന്ന്. ഇവൾക്ക് നല്ല പ്രായമില്ലേ? സത്യം പറഞ്ഞ നാദരേനേക്കാളും ചെറുതായി ഞാൻ. എന്നിട്ട് നിന്ന് പറയാ എനിക്ക് 30. അപ്പൊ നിനക്ക് എത്ര 35? ഇവക്ക് 31. എന്റെ അറിവിൽ ഞാൻ കാണുമ്പോഴത്തേക്ക് ഇവള് എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പൊ 8 കണ്ടാലും പറയാം. മോൻ ഒന്നും കൂടെ കാണിച്ചേ. മോൻ ജനിച്ചിട്ടില്ല പോലെ. ഓ ചേട്ടാ കേറി എനിക്ക് വലിയൊരു ബന്ധമുണ്ട്. ഏതാട് ചെയ്തോ? നിങ്ങള് പറയുന്നത് കമന്റ് ബോക്സിൽ എന്താ എന്റെ കൂടെ വീട്ടിൽ നിൽക്കുന്നത് കമന്റ് വന്നോളൂ. അതിന്റെ പേര് ആടുജീവിതമായിട്ട് എനിക്കൊരു ചെറിയ ബന്ധമുണ്ട്. അതിലൊരു ക്യാരക്ടറിന്റെ പേരുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. ആ ബന്ധമല്ലേ? അതെ. ഇനി അറിയാനും ബാക്കി ആരും ഇല്ലാത്തോണ്ടാ. അതെ, സത്യമാണ്. ഇവർക്കൊക്കെ
ഭാഗ്യമില്ല ഗൈസ്, ഇവർക്കൊക്കെ ഇവരുടെ പേര് അച്ഛനും അമ്മയും ഇട്ടതാ, ഞങ്ങൾക്ക് ഭാഗ്യമുണ്ട്. സത്യം സത്യം രണ്ടാമത് പേര് സ്വന്തമായിട്ട് പേരൊക്കെ ബോധമുള്ള പ്രായത്തില് ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ഗോപികാനെ കണ്ട പേരിടാൻ പോയത്. ഗോപിക നല്ല പേരാണല്ലോ. എന്താ എല്ലായിടത്തും ഉണ്ട്, എല്ലാ ക്ലാസ്സിലും എല്ലാ സ്ഥലത്തും ഭയങ്കര വെറൈറ്റി പേര്. നാദിറ, എന്റെ മോനെ. ഒരാളെ ഉള്ളു ഗൂഗിളില്, നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്ക്. വൃന്ദാമുഖം എന്തോരം നാദിറ ഗൂഗിൾ ഒരാളാ ഫേമസ് ആയിട്ടുള്ള നീ മാത്രമായിരിക്കും. വെറുതെ ഇത്രയും കണ്ടന്റ്. ദൈവമേ, അന്നേരം പറഞ്ഞതായിരുന്നു. അന്ന് ഗായ്സ് ഇരുന്ന് കഥ പറയാ, അത് ഓഫായോ ഓണാണോ എന്നൊന്നും നോക്കുന്നില്ല. അതെ, ബ്ലോഗർ 200K സബ്സ്ക്രൈബേഴ്സ് ഉള്ള 211K സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു വ്ളോഗറാണ് ഈ ഫ്രണ്ട് സീറ്റിൽ കിടന്ന് വെറുതെ ഇരിക്കുന്നത്. നിങ്ങൾ സബ്സ്ക്രൈബ് മറക്കരുത്, നാദ്ര മെഹറിൻ ഒഫീഷ്യൽ. അപ്പൊ ഗൈസ്, നമ്മുടെ ഈ ഒരു 900K സബ്സ്ക്രൈബേഴ്സ് പോയിട്ട് വേഗം ചെന്ന് നാദിറയുടെ അക്കൗണ്ട് യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാം. ആൻഡ് നാദിറയുടെ 200 പേര് 200K ഇതിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്റെ നല്ല സബ്സ്ക്രൈബേഴ്സ് ആണ്, അവർക്ക് ഇഷ്ടം. ഞാൻ രാമൂട്ടന്റെ അടുത്ത് രാമൂട്ടന്റെ ഇന്ററാക്ഷൻ വീഡിയോസ് ഇന്നലെ മുതൽ പറയുന്ന കൗണ്ടറാണ്. അതിന്റെ കാലം കഴിഞ്ഞ് എത്ര നേരം പറയും ഒരു കൗണ്ടർ. അവന്റെ അവസ്ഥ അവൻ നോക്കി മിണ്ടാണ്ടിരിക്കുന്നു. അത് തന്നെ, ഇന്നലെ മുതൽ ഒരു കൗണ്ടർ കിട്ടി, ആ കൗണ്ടർ ഇങ്ങനെ അടിച്ചോണ്ടേ ഇരിക്കുന്നുണ്ട്. ഗൈസ്, അപ്പൊ നമ്മള് സംസാരിച്ചോണ്ടിരുന്നത് നമ്മുടെ നാദിറ മെഹർ എന്നുള്ള പേര് ഭയങ്കര യുണീക്കാണ് എന്ന് പറയുന്നത്. ആ പേര് എന്റെ പൊന്നോ, വൃന്ദാന്ന് നിങ്ങൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ലല്ലോ. എന്നല്ല ആദ്യമായിട്ട് വൃന്ദാന്ന് മാമി, നാദിറ താത്ത എല്ലാം ഉണ്ട്, നാദിറ ഉമ്മ എല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ നാദിറ ഇപ്പൊ പറയാൻ വന്ന കാര്യം എന്താണെന്നറിയോ, ഒരു നെയിം എക്സ്ക്ലൂസീവ്ലി ഉള്ള ഒരു വാർത്തയാണ്. നാദിറ ആദ്യമായിട്ട് ഇടാൻ വെച്ച പേര് എന്തായിരിക്കും? ഒരു സെലിബ്രിറ്റിയുടെ പേരാ. അന്ന് പുള്ളിക്കാരി വലിയ സെലിബ്രിറ്റി ആകുന്ന സമയം ഫീൽഡിലുണ്ട്, യങ്ങായിട്ടുള്ള ഒരാളാ. ഗസ് ചെയ്ത് നിങ്ങള്, മലയാളിയാ. ആരാ അന്ന് ഇപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമൊക്കെ ഉള്ളൊരു ആക്ട്രസ് ലെവലല്ല, ഒരു ഡാൻസർ ഒക്കെ ഡാൻസർ ആണ്, ആർട്ടിസ്റ്റ് ആണ്, നല്ല മോഡലാണ്. നമ്മുടെയൊക്കെ ഭയങ്കര, നമുക്കൊക്കെ ഓൾമോസ്റ്റ് ആൾക്കാർക്ക് ഇഷ്ടമായിരിക്കും ലുക്ക് ലൈക്ക് ഭയങ്കര ബോളിവുഡ് ലുക്കൊക്കെ. എന്തൊക്കെ ഏതായിരിക്കും എന്നാലാ പേര്? സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തെലുങ്ക് മൂവി എന്താ അവസാനം ഇറങ്ങി തോന്നുന്നു. മലയാളത്തിലൊക്കെ പൃഥ്വിരാജിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, മമ്മൂട്ടിയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, ക്യാരക്ടറുകൾ അഭിനയിച്ചിട്ടുണ്ട്. നടിയായിട്ടാണ് സിനിമ ആദ്യമായിട്ട് വരുന്നത്. പുതുമുഖങ്ങളുടെ ഒരു പടം വരുന്നത് ആദ്യം. ഇത്രയും ക്ലോത് നമുക്ക് ആക്ച്വലി അറിയില്ലാത്തത് കൊണ്ടാണ്. നീ ഇത് അറിയില്ലെന്ന് പറഞ്ഞാൽ അറ്റ അടി വെച്ചത് ഞാൻ. നിനക്ക് അറിയാം ഇവരൊക്കെ. എസ്സിൽ തുടങ്ങി, ഇനിയെങ്കിലും പറ. രണ്ടുപേരുണ്ട്. അച്ഛന്റെ പേരാന്ന് തോന്നുന്നു. എടി നിനക്ക് കിട്ടിയാടി? അവള് ഗൂഗിൾ ചെയ്യാ. അവള് ഡാൻസർ ആണ്, നന്നായിട്ട് ഫ്ലിപ്പ് ഒക്കെ ചെയ്യുന്ന ഡാൻസർ ആണെന്ന് തോന്നുന്നു. ഒരു ഡാൻസ് റിയാലിറ്റി ഷോയിൽ വന്ന് ഇനി പറയൂല ഞാൻ. അല്ല, ദിൽഷ ഇവരുടെ ഇല്ലല്ലോ, ഇവരുടെ സീസണിലല്ലായിരുന്നു. ബിഗ് ബോസ് ആയിട്ട് ബന്ധമൊന്നുമില്ല. ബിഗ് ബോസ് ആയിട്ട് ബന്ധമില്ല. ഡാൻസർ ഗൈസ്, ഡാൻസർ ഒന്ന് പോടാടുന്നു. ഡാൻസർ നായികയായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്ന്. ഭയങ്കര സെക്സി ലുക്ക് ഒക്കെ ഉണ്ട്. എത്രയും പറഞ്ഞില്ലേ, തോറ്റ്, നമ്മൾ തോറ്റ്. നിങ്ങളെ കൂടി പറയാം, ഞാൻ ഏറ്റവും അടുത്ത ക്ലൂ തരാം. ഭയങ്കര ഡിഫറെന്റ് കോസ്റ്റ്യൂംസ് ഒക്കെ ട്രൈ ചെയ്യുന്ന ഒരാളാണ്. ഡാൻസ് റിയാലിറ്റി ഷോയിലൊക്കെ ആലോചിച്ച് നോക്കിയേ. ഈ അടുത്ത് വന്ന റിയാലിറ്റി ഒരു 10 വർഷത്തിനകത്ത് ഒരു മുസ്ലിം ടച്ചുള്ള പേരായിരിക്കുമല്ലോ. അല്ല, അതാണ് തെറ്റിപ്പോണത്. മുസ്ലിം ടച്ച് ഉണ്ട്, പക്ഷെ മുസ്ലിം അല്ല. പക്ഷെ ടച്ച് ഉണ്ട്. ഡാഷ് മെഹറിൻ തന്നെ, അതിന് ഞാൻ ഇട്ടിരുന്നത് ആദ്യം.
ഡാൻസർ ആണെന്ന് പറഞ്ഞില്ല. നിങ്ങൾ കമന്റ് ചെയ്യട്ടോ, അത് നിങ്ങൾക്ക് അപ്പൊ മനസ്സിലായാൽ നിങ്ങൾ കമന്റ് ചെയ്യണേ. നിങ്ങൾ കൃത്യസമയം പറഞ്ഞ് കമന്റ് ചെയ്തു. ഞാൻ ഇത്ര സമയത്ത് ഓർത്തു കെട്ടി കമന്റ്. ഗൈസ് അപ്പൊ എനിക്കേ അറിയില്ലാത്തുള്ളൂ. ഇനി ഞാൻ പറയട്ടെ, പറഞ്ഞോ. SC തുടങ്ങുന്ന പറഞ്ഞിട്ട് പോലും മനസ്സിലായില്ല. പറകൂട്ട ഞാൻ എന്തെങ്കിലും ക്ലൂ കൂടെ പറഞ്ഞു. അവസാനം ഇടയ്ക്ക് ഒരു കല്യാണത്തിന് മഞ്ഞ ഡ്രസ് ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു ഡാൻസ് കളിക്കാൻ വിത്ത് കോ കണ്ടസ്റ്റൻസ് ഇൻ ഡാൻസ് റിയാലിറ്റി ഷോ. സാനിയ. ഓ സാനിയ മെറിൻ. ഞാൻ ആദ്യമായിട്ടിരുന്ന പേരും. പിന്നെ സാനിയ ഒന്നും ഓൾറെഡി ഉള്ളത് കൊണ്ട്, പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെ കുറച്ച് സാനിയ പേരൊക്കെ ഉള്ളതുകൊണ്ട് എടുത്തില്ല. ഇപ്പൊ പറയുന്ന ക്ലൂ പറഞ്ഞാൽ പറഞ്ഞ ശരിയല്ലേ? സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ലുക്കാണ്, ഡാൻസർ ആണ്, പ്രൊഫഷണൽ ഡാൻസർ, യൂത്ത്. ഓക്കെ, കാണാൻ നല്ല ഭംഗിയുണ്ട്. നിനക്ക് അറിയാന്ന് പറഞ്ഞത്. നീ എന്നെ പോലെ ഇരിക്കണം പറയായിരുന്നു. എന്താ അതും കൂടെ നീ പറ, അപ്പൊ കറക്റ്റ് ആയിരുന്നു. ഇവിടെ ഒച്ചിരിക്കുന്നതൊക്കെ അടുത്തിരിക്കുന്ന ഞങ്ങളൊക്കെ കുറച്ചുകൂടെ ഇങ്ങനെ ഇരുന്ന് ഓടിക്കും, ഇങ്ങനെ ഇരിക്കും അടുത്ത്. ആ ആളാണ് അത്. ഞാൻ ദൂരത്ത് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാ നീയൊക്കെ എവിടെ ഇടിക്കും. നിങ്ങള് കാണുന്നതൊക്കെ കുഞ്ഞാ, ലുക്ക് ലൈക്ക് കുഞ്ഞാ, പ്രായം കൊണ്ടല്ല. ഞാൻ പ്രായം കൊണ്ട് എല്ലാം കൊണ്ടും കുഞ്ഞാണ്. ഇവിടെ കണ്ട നല്ല പ്രായം തോന്നിക്കണം. ഇവിടെ പ്രായം കൊണ്ട് ഹായ് ആരുമില്ല. ഇവിടെ കാണുന്നവരെല്ലാരും എനിക്ക് കാണുന്ന ഹായ് തരുമ്പോ തിരിച്ചു കൊടുക്കും. ചിലപ്പോ കണ്ടില്ലെങ്കിൽ ഒരാളില്ലേ വണ്ടി മാറ്റി തന്നാണ് നമ്മുടെ കാറ് കണ്ടിട്ട്. അത് കണ്ടപ്പോഴാ അവരിത് ആര് ചാരത്ത്. എടാ നമ്മളെവിടെ പോണേ? നമ്മളിപ്പോ സ്റ്റേഡിയം എന്നല്ലേ പറഞ്ഞ? അവിടെ ഭയങ്കര ക്രൗഡാതാ. നിനക്ക് അത്യാവശ്യം അങ്ങനെ ഞാൻ ചുമ്മാ തമാശക്ക് ക്രൗഡ് ഉണ്ടെങ്കിൽ കൊച്ചിയല്ലേ മുളക്. നമ്മളിപ്പോ എത്ര പണ്ട് ഞാൻ ലുലുലൊക്കെ പോകുന്ന സമയത്ത് അന്ന് സെലിബ്രിറ്റീസോ ഫിലിം ആക്ടേഴ്സോ ഒക്കെ അല്ലെങ്കിൽ നമുക്ക് അറിയാം, നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഫേസസിനെ കണ്ട നമ്മള് ഡിസ്റ്റർബ് ചെയ്യില്ല. നമ്മൾ കണ്ടു, നമുക്ക് അറിയാം ആൾക്കാരെ. ശരി, അത്രേ ഉള്ളൂ. സെയിം ഇപ്പോഴും അങ്ങനത്തെ അതിൽ വലിയ മാറ്റമൊന്നുമില്ല. ഇപ്പം എന്നെ കണ്ടാൽ പക്ഷെ ഉണ്ടല്ലോ വ്യത്യാസമുണ്ട്. നീ ലൈക്ക് കൂടുതൽ ആൾക്കാരായിട്ട് കണക്റ്റഡ് ആണ് ഇപ്പൊ. ബിക്കോസ് എനിക്ക് നിന്നെ കണ്ടപ്പോഴും അങ്ങനെ എന്താ പറയാ വേറൊരു സെലിബ്രിറ്റി അങ്ങനെ തോന്നണില്ല. ബിക്കോസ് നീ ഭയങ്കര കണക്റ്റഡ് ആയിട്ട് നമുക്ക് ഞങ്ങളെ സംബന്ധിച്ചിട്ട് നിന്നെ ഡെയിലി കാണുന്ന ആളാണ്. സോ അതാണ് നമ്മള് 100 ദിവസം കാണുമ്പോൾ നമ്മൾ ഈച്ച് ആൻഡ് എവരി വൺ നമ്മൾ എങ്ങനെ എണീക്കും, എവിടെ എണീക്കും, എന്ത് പോലെ ഇരിക്കും എന്നൊക്കെ എല്ലാവർക്കും അറിയാം. സംസാരം അതാണ് ഞാൻ ഭയങ്കര ആൾക്കാരൊക്കെ പറയുന്നത്. ആദ്യം കുറച്ച് താഴ്ത്തി സംസാരിച്ച് നല്ല ഭംഗിയായിരിക്കും, അങ്ങനെയൊക്കെ. പറ്റില്ല ജേസ്, നിങ്ങൾ കണ്ടതാണ്, ഇനി മാറ്റാൻ വയ്യ. ഞാൻ ഫേക്ക് അല്ല, ഒറിജിനൽ. സത്യം ഗൈസ്, നമ്മൾ ആ ബിഗ് ബോസിൽ കണ്ട അതേ ആള് അതിനേക്കാൾ കുറച്ചും കൂടെ മീൻസ് ഭയങ്കര സിങ്കാണ്. നമ്മുടെ ഈ ആൾക്കാർ സംസാരിക്കുന്നത് ഒട്ടുമില്ല. ബിക്കോസ് നീ എൻ്റെ അടുത്ത് വന്ന് നമ്മൾ ആ ഫസ്റ്റ് ആ മേക്കപ്പിന്റെ സമയത്തല്ലേ നമ്മൾ കണ്ടത്. ആ സമയത്ത് നമ്മൾ അന്നൊരു ദിവസം കണ്ടിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ച് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ സമയത്താണ് നമ്മൾ മീറ്റ് ചെയ്യണം. അന്നും എനിക്ക് വന്നപ്പോ ഭയങ്കര അങ്ങനെ ഒന്നും തോന്നിയൊന്നുമില്ല. എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ എപ്പോഴും TV-യിൽ കാണുന്ന ഒരാള് അത്ര. എങ്ങനെ ഭയങ്കര സംഭവല്ലേ നമ്മളിൽ ഒരാളായിട്ട് കാണാന്നുള്ളത്. ജനപ്രിയ നായിക. പക്ഷെ ഞാൻ പെട്ടെന്ന് ആൾക്കാർക്ക് കണക്ട് ആവും. പക്ഷെ തുടക്കം ഭയങ്കര ആ സാധനമുണ്ട്. തുടങ്ങിയപ്പോ നമ്മള് ഭയങ്കര ഇതല്ലേ. നീയൊക്കെ എന്തായാലും തുടക്കം വിളിച്ച മാഡം എന്നല്ലേ പേര്? നിങ്ങൾ ഗസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. ഏതൊരു ഓൺലൈൻ മീഡിയക്കാരൻ ഇന്ന് വന്ന് സംസാരിച്ച സമയത്ത് ഞാൻ എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോ പരിപാടി ഉണ്ട് ഇങ്ങനെ ജൂൺ 2 ആണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അപ്പോഴത്തേക്കും എന്തോ എന്റെ അടുത്തുനിന്നൊരു നമ്മുടെ എല്ലാവരുടെയും ഫ്രണ്ട് ആയിട്ട് നമ്മളെ ഏറ്റവും വേണ്ടപ്പെട്ട പേര് പറയണ്ട, നേരത്തെ വൈകിട്ട് ഡാൻസ് കളിക്കാൻ തൊട്ട് മുന്നേ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കാം. പുള്ളി എന്നേക്കാൾ ഫേമസ് ആട്ടോ കേരളത്തിൽ. അപ്പൊ അങ്ങനെ നിന്ന് സംസാരിച്ചോണ്ടിരിക്കുക. അപ്പം ഭയങ്കര വർഷങ്ങളുടെ എക്സ്പീരിയൻസും അത്രയും ഇൻഫ്ലുവൻസർ ഒക്കെയാണ്. അപ്പൊ ഓൺലൈൻ മീഡിയക്കാരെ വെച്ചിട്ട് ഇതും അസിസ്റ്റന്റ് ആണെന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചപ്പോ ഞാൻ പെട്ടെന്ന് പറയോ ഇല്ല എന്റെ ബ്രദർ ആണ്, എന്നെക്കാളും ഇങ്ങനെ ഫേമസ് പറഞ്ഞു പരിചയപ്പെടുത്തി. അപ്പൊ ഞാൻ പുള്ളി അടുത്ത് പറഞ്ഞു ഇങ്ങനെ സെയിം. ഇന്നല്ല മീൻസ് കുറച്ച് മുന്നേ എനിക്കൊരു അനുഭവം കൂടെ ഉണ്ട്. കൊറേ പേര് ഫോട്ടോ എടുത്തു. ഈ എടുത്തപ്പോഴത്തേക്ക് അവിടെ നിന്ന് ആരോ ഞാൻ പറഞ്ഞത് കോമഡി നേരത്തെ ഇതുപോലെ കൊറേ ഫോട്ടോ എടുത്തപ്പോ കൂടെ അവിടെ നിന്ന് കണ്ടുന്ന ഒരാൾ കൂടെ ഒന്ന് ഫോട്ടോ എടുത്തിട്ട് ചോദിക്കാം പേരെന്താന്ന്. സ്വാഭാവികമായിട്ട് നമ്മളെല്ലാരും അറിയണം നിർബന്ധം. ഇത് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ പേരെന്താന്ന് ചോദിക്കണം. എന്തായിരുന്നു പേര്? അതുപോലും ഇല്ല. ഇത് അവർക്കൊന്നും അറിയില്ല. എന്തോ വേറെ കറക്റ്റ് എന്തായിരുന്നു ഫീൽഡ് എന്നൊക്കെ ചോദിക്കും.
അപ്പൊ എല്ലാരും ഫോട്ടോ എടുക്കുമ്പോ ഒന്ന് അങ്ങനെ എടുക്കുന്ന രീതിയിലല്ലേ? അപ്പൊ എടുക്കുന്ന ഒരു ഫോട്ടോ പേജ് അറിയില്ല എടുക്കണ്ട കേട്ടോ ഗൈസ്. അറിയാമെങ്കിൽ മാത്രം എടുത്താൽ മതി. വേറൊരു തമാശയാണ് ഗൈസ്, ചളിയാണെന്നാലും പറയല്ലേ. പറഞ്ഞു എന്തോ ഞാൻ ഇങ്ങനെ CCയിൽ കളി കാണാൻ പോയി. CCയിൽ കളി കാണാൻ പോയ സമയത്ത് ഞാൻ ഇങ്ങനെ എല്ലാരും ഉണ്ട്, ഞങ്ങള് കുറച്ച് സെലിബ്രിറ്റീസിന്റെ കളി, അപ്പൊ അവരുടെ കൂടെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ജെൻസിന്റെ കളിയല്ലേ, അങ്ങനല്ല ആ കളി അതായിരുന്നു. അപ്പൊ ഇന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ചുറ്റും നോക്കാം. അപ്പം കേരളവും തമിഴ്നാടും ആയിരുന്നു തോന്നുന്നത്. അപ്പം സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് ചവിട്ട് വെച്ച് മലയാളം. ഞാൻ പെട്ടെന്ന് ഫുട്ബോളിലൊക്കെ എത്തി. അതും ടൈപ്പ് ചെയ്യല്ലോ എന്തായിരുന്നു ഞാനിപ്പോ എനിക്ക് ഡൗട്ട്, ഞാൻ പേരെടുത്ത് വായിക്കും CC. ആ കറക്റ്റ് എന്നെ കൂടെ തെറ്റിക്കുന്നത് കളിയുടെ ഒരു ധാരണയില്ല. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് പറയാം, ഈ നമ്മളെ CC ഗെയിമിന് അംബേദ്കർ ഉണ്ടാവില്ലെന്ന് ചോദിച്ചു ഞാൻ. ആ ക്രിക്കറ്റ് ഈ നമ്മള് CC കളികൾക്ക് അംബേദ്കർ ഉണ്ടാവില്ലെന്ന് ചോദിച്ചു. എനിക്ക് ആക്ച്വലി നിന്റെ കോമഡി ഇഷ്ടപ്പെട്ടു, പക്ഷെ ഞാൻ ചിരിക്കാതിരിക്കാൻ വേണ്ടി മനസ്സിലായത്. മനസ്സിലായി ഇവിടുന്ന് അവൾക്ക് മനസ്സിലായില്ല. അവളിപ്പോ പറയും ഗോളി ഉണ്ടല്ലോ എന്ന് പറയും. എങ്ങനെ ഉണ്ടാവണേ ഫുട്ബോളിന്? എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി, ഇവർക്കൊന്നും മനസ്സിലായിട്ടില്ല. എനിക്ക് മനസ്സിലായി. സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിൽ ചെന്നിട്ട് ഇവിടെ ചെന്നിട്ട് അംബേദ്കർ ഓൾറെഡി ഉണ്ടാവും. അംബേദ്കർ അപ്പൊ ഗായ്സ്, നാദിയുടെ തല്ല് കേട്ട് നേരത്തെ ക്യാമറ ഓഫായി പോയതാണ്. ഇപ്പൊ ക്യാമറ ഞാൻ ഓണാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് രാമൻ വന്നിട്ടുണ്ട്. മൂന്ന് ഗേൾസും ഗായ്സ്, അതുകൊണ്ട് നമ്മള് വേഗം നാദീനെ കൊണ്ടാക്കി ചവിട്ടി പുറത്താക്കാൻ പോണേണ്. നമ്മള് കൊണ്ടാക്കാൻ പോവാണ് ഗായ്സ്. എന്റെ നിർബന്ധത്തിലാണ് ഗൈസ് കൊണ്ടാക്കുന്നത്. നമ്മൾ മൂന്നാർക്കല്ലേ പോണേ ഇപ്പം? മൂന്നാർ പോവാന്ന് വിചാരിച്ചു. പിന്നെ അവിടെ വരെ ഈ തള്ളു കേട്ടോണ്ടിരിക്കാനുള്ള ആംബിയർ ഇല്ല. നിലവാരമില്ലാത്ത ചളികൾ കാണണമെങ്കിൽ വൃന്ദയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹലോ ഗൈസ്. ഹലോ അല്ല, കഴിഞ്ഞു ഇവർക്ക് ഞാൻ പോണത് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ എല്ലാരും കൂടി എങ്ങോട്ടാ പോണേ? നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട്. ഫുഡ് നമ്മള് നാദയുടെ വീട്ടിൽ നിന്നാണ്. ആരെയും വിളിക്കില്ല അങ്ങോട്ടേക്ക്. തന്നെ വലിഞ്ഞേറിയ പോന്നെന്നാ. അപ്പൊ നമ്മൾ സൈൻ ഓഫ് പറയാണ്. അപ്പം എന്തായാലും നാദ്ര മെഹറിൻ എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഇങ്ങോട്ട് വഴി പറഞ്ഞു തന്നാലേ പോവാൻ പറ്റൂ. ചെക്കൻ ഇപ്പോഴും കുട്ടികളെ പറയിട്ടില്ല ഗായ്സ്. അപ്പൊ ബൈ. ഇത് വൃന്ദാർജുന ചാനല്. ടാറ്റാ.